സമ്മേളനത്തിലെ ആദ്യമായി നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ആരംഭിക്കാം. ആത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ നായകങ്ങൾ നാവിനാലങ്ങിൽ സ്നേഹസംഗീതം പാടുന്നു. പവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. ഒന്നും മനസ്സിലാകാത്ത പ്രശ്നം ഇത് രണ്ടും കൂടെ കൊടുത്ത് മിക്കവാറും ഉറങ്ങുമായിരുന്നു. ഒരിക്കൽ ഞാൻ ഈ ഉറങ്ങി ആറ്റപ്പന്റെ തോളിൽ കിടക്കുമ്പോൾ സാറ് ആശ്രമിച്ചിരിക്കുക. അപ്പം ആറ്റപ്പന്റെ തോളിൽ കിടക്കുന്നു. നമ്മുടെ 10-72 പേർക്ക് വലിയ ക്ലാസ്സാണല്ലോ. സാറ് പയ്യെ നടന്ന് നമ്മുടെ റോഡ് അടുത്തെത്തിയപ്പോൾ ആറ്റപ്പനെ പയ്യെ തട്ടി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ശരിക്കും ഉണർന്നിട്ടില്ല. അപ്പം സാർ അവൻ സമാധാനത്തോടെ കിടക്കട്ടെ. പൊടിമീശ മുളച്ചു തുടങ്ങുന്ന പ്രായത്തിലുള്ളവരും പാവാടയിൽ നിന്ന് താവണിപ്രായത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യുവാക്കൾ, കൗമാരക്കാരായ യുവാക്കളെയാണ് കണ്ടിരുന്നത്. അവരെയൊക്കെ പക്വതയും പാകതയും കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉത്തരവാദിത്വപ്പെട്ട നിലയിൽ നല്ല ജോലിയിൽ സന്തോഷത്തിലൊക്കെ കണ്ടപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ മാത്രമല്ല ഏതൊരു അധ്യാപകനും ഉണ്ടാവുന്ന ആനന്ദം എനിക്കും ഉണ്ടായി. തീർച്ചയായിട്ടും ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന പാവനാത്മയിലെ സയൻസ് ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു ഒത്തുചേരലിന് അവസരമുണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരെയും ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ കോളേജിലെ എല്ലാ റീയൂണിയൻകാരുടെ അല്ലെങ്കിൽ അലുമിനി മീറ്റിങ്ങിലും പങ്കെടുക്കുന്നതാണ്. തികച്ചും വ്യത്യസ്തമായിട്ട് ഈ റീയൂണിയനെ കാണുകയാണ്. പലപ്പോഴും അധ്യാപകരുടെ സാന്നിധ്യം ഒരു പ്രാവശ്യം കണ്ട് കുറേ അധ്യാപകർ വന്നെന്നല്ലാതെ ഈ പ്രാവശ്യം നിങ്ങളുടെ 3 അധ്യാപകരെ നിങ്ങൾ ഇവിടെ എത്തിക്കാനായിട്ട് 30 വർഷം മുമ്പ് ഇവിടെ പഠിപ്പിച്ചിട്ട് പോയ അധ്യാപകർ നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം എത്രമാത്രം നിങ്ങൾ ആ ബാച്ചില് ഈ അധ്യാപകർ നിങ്ങളുമായിട്ട് ഒരു ബന്ധം, ആത്മബന്ധം സൂചിപ്പിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഈ അധ്യാപകരുടെ സാന്നിധ്യം. 93 മാർച്ചിൽ ആണ് ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്നത്. അപ്പൊ ഈ 30 വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ എല്ലാ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് നിങ്ങളെ കുട്ടികളെ തന്നെയായിരുന്നു. നിങ്ങളുടെ നന്മയായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രമേ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. പക്ഷെ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുമ്പോൾ പല പല മേഖലകളിൽ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഓരോ മുതിർന്ന വ്യക്തികളായി, ഓരോ കുടുംബനാഥന്മാരായി, ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുള്ള മറ്റു പലരുമായി സ്റ്റുഡന്റ് എന്നുള്ളൊരു വാചകം എന്നോട് പറയുകയുണ്ടായി. അത് എനിക്ക് ഉണ്ടാക്കിയൊരു മോട്ടിവേഷനും അത് എൻ്റെ കരിയറിലേക്കും ഈവൻ എൻ്റെ പഠനകാലം കഴിഞ്ഞതിന് ശേഷം എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വാചകമാണ്. അതിന് അദ്ദേഹത്തോടുള്ളൊരു നന്ദി പ്രകാശിപ്പിക്കാൻ ഈ കോളേജിൽ പഠിച്ച കുട്ടികൾ സ്റ്റാഫായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് വന്ന് നമ്മളെന്താ പറഞ്ഞ കാര്യം നമുക്ക് സാധിച്ചു തരും. മറ്റ് നിർമ്മല കോളേജിലും എറണാകുളത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ അതിന് ചെയ്യും, എന്നാലും ഭൂരിഭാഗവും ആ സമയത്ത് ഇടാം. ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ ചിലപ്പോൾ പല സഹായം ചെയ്യേണ്ട ഒരു രീതി മാറിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മുടെ ഡാനിയൽ സാറ് പറഞ്ഞതൊക്കെ ഗ്രാമങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. അത് കൂടാതെ അന്ന് നിങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് പ്രകാശിൽ നിന്നും പിന്നെ ബഥേൽ അങ്ങനെ സ്ഥലത്തു നിന്നൊക്കെയാണ് ഒത്തിരി നടന്നാ വന്നുകൊണ്ടിരുന്നത്.
ശരിക്കും മനസ്സിൽ നിങ്ങളോടൊരു വലിയൊരു സിമ്പതി ഉണ്ടായിരുന്നു. ഇത്രയും നടന്നാണല്ലോ ഞങ്ങളുടെ കാര്യമൊക്കെ. അതുകൊണ്ട് കൂടുതൽ സ്നേഹമുണ്ട്. അതുവഴി പോകും തെന്നലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. എൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പു കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് എൻ്റെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ എൻ്റെ ഒരു പാർട്ടിസിപ്പേഷനായിട്ട് ഇത് കണക്കാക്കണമെന്ന്. വരുമ്പോൾ അതിൻ്റെ ഒരു ഊഷ്മളതയും സ്നേഹവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വാംത്തുമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളോടൊപ്പം ചേരണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ബിനോയ്ക്ക് പേഴ്സണലായിട്ട് ഉറപ്പ് തന്നിരുന്നതാണ് എന്തു വന്നാലും ഞാൻ വരുമെന്ന്. പക്ഷേ വളരെ ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത്. എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷകരമായ റീയൂണിയൻ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ റീയൂണിയനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. മഹത്തായ 2ാം വർഷം നാം പഠിച്ച നമ്മുടെ കോളേജിൽ നമ്മളുടെ സാറന്മാരോടും നമ്മുടെയൊക്കെ ഫാമിലിയോടുമൊപ്പം 30 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കൂടുവാൻ നമുക്ക് സാധിക്കുന്നു. എൻ്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എങ്കിലും നിങ്ങളെല്ലാം കാണുവാനും നിങ്ങളോടെല്ലാം സംവദിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷമാണ്. നമ്മുടെ റീയൂണിയന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച എല്ലാവരെയും അനുമോദിക്കുന്നതോടൊപ്പം ഇതിൻ്റെ മഹാവിജയത്തിനായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കോളേജിന്റെ അങ്കണത്തിൽ ഒന്നിച്ചു കൂടുവാനും പരസ്പരം കാണുവാനും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ സാധിച്ചതിൽ സർവേശ്വരനോട് നന്ദി പറയും. നമുക്ക് വേണ്ടി ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ബെന്നോ പുതിയവർമ്മലച്ചൻ, ഈ കോളേജില് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി അച്ഛൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു. 7 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വരുമ്പോൾ വളരെയേറെ സ്നേഹത്തോടെ അച്ഛനന്ന് ആ ഡേറ്റ് കുറിച്ചിടുകയും അന്ന് ഈ ഹാളൊന്നും ഞങ്ങളെ കാണിച്ചില്ല, ഡേറ്റ് കുറിച്ചിടുകയും അതിന് സൗകര്യം ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ശേഷം ഞങ്ങൾ പലപ്പോഴായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഈ കോളേജിന്റെ എല്ലാ കവാടങ്ങളും ഏത് ക്ലാസ് റൂമിലും നമുക്ക് കയറാമെന്ന് പറ്റി അച്ഛൻ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളെ എത്രമാത്രം വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് അച്ഛൻ കരുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആമേൻ.